Prime Minister Modi brought us a gift, a very, very good coffee. മെലോഡി എങ്ങനെയാണ് ഇത്ര ചോക്ലേറ്റി ആയത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന കഥ. ഇങ്ങനെ ചോക്ലേറ്റി ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ പലതരം ഫണ്ടുകളും പല സ്ഥലത്തും കുടുങ്ങിപ്പോവും. അതല്ലെങ്കിൽ ഫ്രണ്ടിനെ മൊത്തത്തിൽ തൂക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ ഫ്രണ്ട് എത്രയും പെട്ടെന്ന് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു വേൾഡ് ട്രിപ്പ് തന്നെ അടിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ജനങ്ങളോട് അഭിസംബോധന അല്ല, രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ടാണ് നമ്മുടെ ഫ്രണ്ട് ഇവിടുന്ന് പോയത് എന്ന് നമുക്കറിയാം അല്ലേ. സ്വർണം വാങ്ങിക്കരുത്, പെട്രോൾ യൂസ് ചെയ്യരുത്, വർക്ക് ഫ്രം ഹോം ആക്കണം, നിങ്ങൾ വിദേശ യാത്രകൾ ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഫ്രണ്ട് കാല് വെച്ചത് നമ്മുടെ ഫ്ലൈറ്റിലോട്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ ഈ പറഞ്ഞ അതേ പെട്രോൾ അടിച്ച് നമ്മൾ നേരെ ദുബായിലോട്ടാണ് ആദ്യം വിട്ടിട്ടുള്ളത് അല്ലേ. അങ്ങനെ ദുബായിൽ നിന്ന് നമ്മൾ വീണ്ടും ഫ്ലൈറ്റിൽ എണ്ണ അടിച്ച് അവിടുത്തെ ചില ഫണ്ടുകളൊക്കെ നമ്മൾ അവിടുന്ന് റേസ് ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ ചില ഫണ്ടിൻ്റെ കളികൾ കളിച്ചു. അത് നമ്മുടെ ഗോദി മീഡിയ ഇവിടെ നിങ്ങളുടെ മുമ്പിലോട്ടൊക്കെ ഇട്ട് തന്നു. അവിടുന്ന് നേരെ നോർവേയിലോട്ടും നോർവേയിൽ നിന്ന് ഇറ്റലിയിലോട്ടുമാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ യാത്ര. ഈ യാത്ര എങ്ങനെ ഇത്രയും ചോക്ലേറ്റി ആയത്, എന്തുകൊണ്ട് ഇത്ര നമ്മുടെ ഇന്ത്യൻ ഗോഡി മീഡിയ ഇതെടുത്തിട്ട് ഇത്ര വലുതാക്കി കാണിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ കഥയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടു തുടങ്ങുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഏത് നിമിഷവും അമേരിക്ക പൊക്കിപ്പോകും എന്നുള്ള നിലയിലായിരുന്നു നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. ആ ഒരു പൊക്കലിൻ്റെ ഭീഷണി മാറ്റണമെങ്കിൽ അങ്ങ് അമേരിക്കയിൽ കൊണ്ട് ഒരു 1.8 ലക്ഷം കോടിയുടെ നിക്ഷേപം നടത്തണം എന്നുള്ളത് അമേരിക്ക അങ്ങോട്ട് വിധിച്ചു കൊടുത്തു. ഇത് ചെറിയൊരു ഫണ്ടൊന്നുമല്ല. ഈ ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിനെ വിളിച്ചു, ഫ്രണ്ട് നിങ്ങളൊരു വേൾഡ് ട്രിപ്പ് നടത്തി എനിക്കുള്ള ഫണ്ട് ഒന്ന് ഒപ്പിച്ചു തരണേ എന്ന് പറഞ്ഞു. നമ്മുടെ ഫ്രണ്ട് ഒന്നും നോക്കിയില്ല. രാജ്യത്ത് എന്തൊക്കെ അൽക്കുലത്തെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം കണ്ണടച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംഘികളുടെ മുമ്പിലോട്ട് നിങ്ങൾ സ്വർണം വാങ്ങിക്കരുത്, നിങ്ങൾ പെട്രോൾ അടിക്കരുത്, നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കരുത്, നിങ്ങൾ ഗ്യാസ് വാങ്ങിക്കരുത്, നമ്മുടെ രാജ്യം വലിയൊരു ബുദ്ധിമുട്ടിലോട്ടാണ് പോകുന്നത് എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ സംഘികൾ അങ്ങ് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഒരു യാത്ര തിരിച്ചു. ആ യാത്രയുടെ ഭാഗമായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് യാത്ര ചെയ്തത് വേറെ എങ്ങോട്ടുമല്ല, ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് നമ്മുടെ രാജ്യത്തെ തമ്മിലടുപ്പിക്കുന്ന അതേ പാർട്ടി, അല്ലെങ്കിൽ രാജ്യത്ത് ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഡ്രഗ് ജിഹാദ്, അങ്ങനെ പല ജിഹാദുകളും കാണിക്കുന്ന അതേ ആളുകളുടെ അടുത്തോട്ടാണ് ആദ്യമായിട്ട് ഫണ്ടിന് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ എത്തുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അതേ സ്ഥാനത്ത് ഫ്രണ്ടിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ ഈ നാട്ടിലെ ആളുകളുടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രത്യേക മതവിഭാഗക്കാരുടെ വീടുകൾ പൊളിക്കുന്നു, ബുൾഡോസർ വെച്ച് പൊളിക്കുന്നു, അവരെ ഇടിക്കുന്നു, പിടിക്കുന്നു, കുത്തുന്നു, ചവിട്ടുന്നു, തല്ലുന്നു, എല്ലാം നടക്കുന്നുണ്ട്. അതൊരു സൈഡിൽ നടക്കട്ടെ. അങ്ങനെ ആ രാജ്യത്തോട്ട് ഓടിയെത്തി അവിടുന്ന് ചില ഡീലുകളൊക്കെ അങ്ങ് ഉറപ്പിച്ചു. ആ ഡീലുകളൊക്കെ ഉറപ്പിക്കണം, കാരണം ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു പരിപാടിയൊന്നുമല്ല. 1.8 ലക്ഷം കോടിയാണ് അമേരിക്കയെ കൊണ്ടിടേണ്ടത്. ആ പൈസ അവിടെ ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്രണ്ടിൻ്റെ അറസ്റ്റും അല്ലെങ്കിൽ കേസും കറപ്ഷനും ഒക്കെ ആ രാജ്യം നീക്കി കൊടുക്കുകയുള്ളൂ. അപ്പം നേരിട്ട് അങ്ങനെ അബുദാബിയിലോട്ട് ചെന്ന് അവിടുത്തെ കെട്ടിപ്പിടുത്തം കഴിഞ്ഞ് ഉച്ചവരെ അവിടെ ഒന്ന് നമ്മൾ ഹോൾട്ട് ചെയ്ത് നമ്മൾ ചായ സൽക്കാരങ്ങളും കാര്യങ്ങളും ചില ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളൊക്കെ നമ്മൾ അവിടെ അങ്ങനെ പറഞ്ഞിങ്ങനെ പൊക്കി നമ്മുടെ ഗോദി മീഡിയക്ക് ഇട്ട് കൊടുത്തു. ഇതാ മക്കളെ നിങ്ങൾ ഇത് വെച്ച് പൊടിച്ചോളൂ. ആ സമയം കൊണ്ട് ഞാൻ ഇവിടുന്ന് ബാക്കി പെട്രോൾ അടിച്ചിട്ട് നേരെ അങ്ങ് പോകുകയാണ്. എങ്ങോട്ടാ? നോർവേയിലോട്ടൊന്ന് പോയിട്ട് വരാം. അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മെലോഡിനെ കാണാനും കൂടെ എൻ്റെ കയ്യിൽ ഞാൻ പാർലയുടെ മെലഡി നാട്ടിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടാണ് പോയത് എന്നും പറഞ്ഞിട്ട് അണ്ണനൊരു പോക്കങ്ങ് പോയതാണ്. അങ്ങനെ അണ്ണൻ നേരിട്ട് നോർവേയിലെത്തുന്നു. നോർവേയിലെത്തി എന്തിനാണ് നോർവേയിലോട്ട് 43 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്ര തിരക്കിട്ട്, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പല രീതിയിൽ വലിയൊരു സാമ്പത്തിക ക്രൈസിസിലോട്ട് പോകുമ്പം, ഇന്ധനക്ഷാമമുള്ളപ്പം, പ്രകൃതിവാതക ക്ഷാമമുള്ളപ്പം, നീറ്റ് എക്സാം പോലത്തെ എക്സാമുകൾ അട്ടിമറിച്ച് അതിൻ്റെ പേരിൽ 4 കുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്ന വലിയൊരു ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, യുവാക്കൾക്ക് ജോലിയില്ലാണ്ട് തെണ്ടിത്തിരിഞ്ഞ് നട്ടം തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കലാപങ്ങളും പല സാധനങ്ങളും അഴിച്ചുവിട്ട് അതൊന്നും പുറത്തോട്ട് വെക്കാണ്ട് കാണിക്കാണ്ട് ഇത്ര തിരക്കിട്ട് നമ്മുടെ ഫ്രണ്ട് അങ്ങോട്ട് പോയത് ഫ്രണ്ടിൻ്റെ ഫണ്ട് കളക്ട് ചെയ്യാനുള്ളതെങ്കിൽ നോർവേയിൽ എത്തിയപ്പോഴാണ് അതിൻ്റെ ക്ലാരിറ്റി കുറേയും കൂടെ വ്യക്തമായിട്ട് പുറത്തോട്ട് വരുന്നത്. അതായത് നോർവീജിയൻ സർക്കാരിൻ്റെ പെൻഷൻ ഫണ്ട് ഉണ്ട്. സൊവേറിയൻ ഫണ്ട് നമ്മൾ പറയെങ്കിലും പെൻഷൻ ഫണ്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1.3 ട്രില്യൺ കോടിയുടെ ഫണ്ടാണ് ഈ പറഞ്ഞ ഫണ്ട്. നോർവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തെ ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടുത്തെ ഓരോ ഫണ്ടിനും കണക്ക് വ്യക്തമായിട്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനും മറ്റ് അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ട്. അവിടുത്തെ പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫണ്ടൊന്നുമല്ല. ഈ ഫണ്ടിൻ്റെ, അല്ലെങ്കിൽ ഈ ഫണ്ടിൽ നിന്നും നമ്മുടെ ഫ്രണ്ടിൻ്റെ കമ്പനി കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രമല്ല 2024 ഈ പറഞ്ഞ ഫ്രണ്ടിൻ്റെ കമ്പനി ഒന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ
കൊല്ലം ഇക്കഴിഞ്ഞ 2026 ഫെബ്രുവരിയിലും ഇതേ ഫ്രണ്ടിൻ്റെ കമ്പനി അവിടെ നിന്ന് ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയായിരുന്നു. അതായത് അവിടുത്തെ നിക്ഷേപത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു കമ്പനിയായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഒരു വലിയ ഫ്രോഡ് ആയതുകൊണ്ടും ഈ ഫ്രണ്ടും കൂടെ നടത്തുന്ന ഫ്രോഡ് പരിപാടികളൊക്കെ ഈ കമ്പനി മുഖേന ആയതുകൊണ്ടും ഈ കമ്പനി ഒരു കറപ്റ്റഡ് കമ്പനിയാണെന്നും ഈ കമ്പനിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും ഈ കമ്പനിക്ക് ഒരു എത്തിക്സ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് നോർവേ ഗവൺമെന്റ് ഈ പറഞ്ഞ ഫ്രണ്ടിന്റെ കമ്പനി അവിടെ നിന്ന് അങ്ങോട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ഒഴിവാക്കപ്പെട്ട ഒരു കമ്പനിയായിരുന്നു. അങ്ങനെ വരുന്നൊരു സമയത്ത് ഇത്രയും വലിയൊരു ഫണ്ട് ഫ്രണ്ടിന്റെ നാടായിട്ടുള്ള സ്ഥലത്ത് ഈ ഫ്രണ്ടിനെ കൊണ്ടിടണം എന്നുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് നല്ലൊരു ഫണ്ട് കിട്ടിയേ പറ്റൂ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഈ സംരംഭം നടന്നിട്ടില്ലെങ്കിൽ വലിയൊരു അടി കിട്ടും എന്നുള്ളത് കൊണ്ട് ഫ്രണ്ട് മൂടും തട്ടി ഒരു ഓട്ടം കൂടിയതാണ് എന്നുള്ളത് വ്യക്തമായി. അത് രാഹുൽ ഗാന്ധിനെ പോലത്തെ പല ആളുകളും പുറത്തോട്ട് വന്നപ്പം രാഹുൽ ഗാന്ധിനെ ഇന്ത്യ രാജ്യദ്രോഹിയാക്കാനും അല്ലെങ്കിൽ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന എന്തോ ഒരു വലിയ സാധനം അത് ഇന്ത്യക്കല്ല ഫ്രണ്ടിനാണ് കിട്ടാൻ പോകുന്നതെന്ന് ഈ പട്ടിണി പാവങ്ങളായിട്ടുള്ള സംഘിക്കുട്ടന്മാർക്ക് അറിയില്ല. ഇവന്മാർ ഇപ്പോഴും പട്ടിണി കിടന്നിട്ട് ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സ്ഥാനത്ത് ഫ്രണ്ടിന്റെ മൂട് താങ്ങാനാണ് നമ്മുടെ ഫ്രണ്ട് അങ്ങോട്ട് പോയത് എന്നുള്ളത് ഈ പാവപ്പെട്ട സംഘികൾക്കോ ക്രിസ്സംഘികൾക്കോ മുസ്സംഘികൾക്കോ അറിയില്ല. അങ്ങനെ ഈ ഫ്രണ്ട് അങ്ങോട്ട് എത്തിയത് വേറെ ഒന്നുമില്ല, ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയുടെ കാര്യങ്ങൾ ഒന്ന് ഡീലാക്കണം, വീണ്ടും ലിസ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ ആ വലിയൊരു ഫണ്ട് അല്ലെങ്കിൽ നോർവീജിയൻ പെൻഷൻ ഫണ്ടായിട്ടുള്ള ആ വലിയൊരു തുക കിട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ടിന്റെ തൽക്കാലത്തേക്കുള്ള പ്രശ്നങ്ങളൊക്കെ തീരും. 1.8 ലക്ഷം കോടി അവിടെ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് എന്താ ലാഭം? പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അവർക്ക് ലാഭമുണ്ട്, ഫ്രണ്ടിന് ലാഭമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഓടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ട്, നമ്മളിത് പല കരാറുകളിലോട്ട് നമ്മുടെ ഫ്രണ്ട് സൈൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ ഉള്ളിലെ യഥാർത്ഥ കഥ, അതായത് ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു കള്ളക്കഥ ഇപ്പം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സംഘികൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം ഈ ഡീലുകളൊക്കെ സെറ്റ് ചെയ്ത് അപ്പം ഏകദേശ കാര്യങ്ങളൊക്കെ തീരുമാനമായപ്പം ഫ്രണ്ട് വിചാരിച്ചു ഞാൻ കൊണ്ടുപോയിട്ടുള്ള മെലഡി എൻ്റെ മെലോണിക്ക് കൂടെ കൊടുക്കാമെന്നും വിചാരിച്ചു. നമ്മുടെ ഫ്രണ്ട് നേരെ വിട്ടു എങ്ങോട്ട്? റോമിലോട്ട്. അങ്ങനെ റോമിലെത്തിയ ഫ്രണ്ടിൻ്റെ ഫേസ്ബുക്ക് പേജ്, ട്വിറ്റർ ഹാൻഡിലുകൾ അല്ലെങ്കിൽ ട്വിറ്റർ പേജുകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ്, അത് കഴിഞ്ഞ് യൂട്യൂബൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. എത്ര പ്രണയ നിർഭരമായിട്ടുള്ള നിമിഷങ്ങളാണ് അതിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് എത്തുന്നു, കാണുന്നു, സ്ഥലങ്ങൾ കാണിക്കുന്നു, എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ ആംഗിളുകളിലാണ് ഫോട്ടോ എടുത്ത് വെച്ചത്, വീഡിയോ എടുത്ത് വെച്ച് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അതായത് ഡ്രോണുകളും മറ്റ് പല സാധനങ്ങളും വെച്ചിട്ട് വളരെ പ്രണയ നിർഭര റൊമാൻറ്റിക് നിമിഷങ്ങളാണ് അവിടെ നടക്കുന്നത്. ആരാണ് ഇതൊക്കെ ചെയ്തത്? ക്യാമറ എടുത്തു കഴിഞ്ഞാൽ 2014 മുമ്പ് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ കുറ്റം, ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കുറ്റം, ക്യാമറയുടെ ആംഗിളുകൾ കണ്ടു കഴിഞ്ഞാൽ കുറ്റം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി എണ്ണി പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ആ പറച്ചിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കും. और कैमरा वालों को कहा जाता है इस कोने से फोटो लो, इस कोने से फोटो लो, ताकि दुनिया को पता चले। भाइयों बहनों, हम तो पैदा ही गरीबी में हुए। सरकार गरीबों के लिए होती है, सरकार गरीबों के कल्याण के लिए होती है। രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ഇത്രയും കൺസേൺ ഉണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ടാണ് അവിടെ പോയിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ അവിടെ പാലിച്ച് തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുന്ന ഫ്രണ്ട്. അപ്പം മെലോഡി എങ്ങനെയാണ് ഇത്ര ചോക്ലേറ്റ് ആയത് എന്നുള്ളത് നമ്മുടെ മെലോഡിക്ക് കൊടുത്ത ചോക്ലേറ്റ് മെലഡി ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചോക്ലേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇറ്റലി സന്ദർശിച്ചിട്ട് വരുന്ന നമ്മുടെ ഫ്രണ്ടിൻ്റെ ഡോളർ സംരക്ഷിക്കാനാവാണ്ട് ഇന്ത്യയുടെ പൈസ രൂപ മൂക്കുകുത്തി 97 ചരിത്രത്തിലും ലോക ചരിത്രത്തിലും ഇത്രക്ക് വേഴ്സായിക്കൊണ്ട് പെർഫോം ചെയ്യുന്ന ഒരു രൂപയുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ ചോക്ലേറ്റ് നുണഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ ആളുകൾ പട്ടിണി നുണഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. നമുക്കറിയാം പെട്രോളിൻ്റെ ഉപയോഗം കുറയ്ക്കാനും അതുപോലെ തന്നെ സ്വർണം വാങ്ങരുത്, വിദേശയാത്രകൾ നിയന്ത്രിക്കാനൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയാണ് നമ്മളിപ്പം പുറത്തോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് സഹി കെട്ടിട്ടാണ് പല പാറ്റകളും കൂറകളും ഒക്കെ പുറത്തു ചാടിയിട്ടുള്ളത്. ഇനി അതിനെപ്പറ്റി പറഞ്ഞാൽ പോലും ചാനൽ പൂട്ടിക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുറേ പേരുടെ ചാനലൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മെറ്റയുടെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട് ഇത്തരം വീഡിയോകൾ ഇടരുത് എന്നും പറഞ്ഞിട്ട്. അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടുകളൊക്കെ കളിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മാത്രമല്ല ഈ ഒരു ചോക്ലേറ്റ് കൊടുത്തോടുകൂടി വന്നിട്ടുള്ള പുകിലുകൾ വലുതാണ്ടോ, ചെറുതൊന്നുമല്ല. നമുക്കതുകൂടെ കാണാം. നമ്മുടെ ഫ്രണ്ട് ഇന്ത്യൻ നിർമ്മിത പാർലയുടെ ചോക്ലേറ്റ് നമ്മുടെ മെലോഡിക്ക് കൊടുത്ത സമയത്ത് അത് മെയ്ഡ് ഇൻ ഇന്ത്യ സാധനമാണ്. ഇതോടുകൂടി ഇന്ത്യൻ നിർമ്മിത സാധനങ്ങൾക്ക് മാക്സിമം നമ്മുടെ ഫ്രണ്ട് അത് പ്രൊമോട്ട് ചെയ്യുകയാണെന്നും പറഞ്ഞ് നമ്മുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ രസകരമായിരുന്നു. നമ്മളും വിചാരിച്ചു നമ്മുടെ
പ്രൊഡക്റ്റുകൾ കാണിക്കാൻ വേണ്ടി നമ്മുടെ ജി എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ചെയ്യുന്നത് അല്ലേ. റീൽസ് എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, റീൽസിൻ്റെ ഇടയിൽ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പാർലയുടെ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് മെലഡിക്ക് നുണയാൻ വെച്ച് കൊടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ടിനെ നമ്മളെങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. പീയൂഷ് ഗോയൽ ആ രീതിയിലാണ് അതിനെ വർണ്ണിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇതുകൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ മെച്ചമുണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പാർലെ ഇന്ത്യയിലുള്ള കമ്പനി ആണെങ്കിൽ കൂടെ ഈ കമ്പനിയിൽ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ 95% വരുന്നത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങളാണ്. അതോടുകൂടി ആ പറഞ്ഞ വാദം അവിടെ പൊട്ടിപ്പോവുക ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആഗോള നിലവാരത്തിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ 75%, അതായത് കൊക്കോ, നമ്മൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൊക്കോ നമ്മൾ 75% നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ, കയറ്റുമതി ചെയ്യുന്ന രാജ്യമല്ല. അങ്ങനെ ആ ഇറക്കുമതി ചെയ്ത രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ ആ കൊക്കോ വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ചോക്ലേറ്റ്, അതായത് രാജ്യത്തിൻ്റെ പങ്ക്, അതായത് ഈ മൊത്തം ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ പങ്ക് 1% മാത്രമാണ്. മാത്രമല്ല ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന പാം ഓയിൽ മൊത്തത്തിലായിട്ട് നമ്മൾ എടുക്കുന്നത് വളരെ 10% മാത്രം കുറവ് മാത്രം പ്രൊഡക്ഷൻ നമുക്കുള്ളൂ. ബാക്കി കംപ്ലീറ്റ് പാം ഓയിൽ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കുമതിയാണ് ചെയ്യുന്നത്. അപ്പം ഈ കൊക്കോയും ഈ ഈ പാമോലിയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ ഇമ്മക്ക് എന്ത് കാര്യമാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീയൂഷ് ഗോയൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ വിവരമുള്ള ആളുകൾ ഇപ്പോൾ അതെടുത്ത് പുറത്തോട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് വിവരിച്ചു തന്നാൽ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നും കൂടെ അറിയാമായിരുന്നു എന്നാണ് പുതിയ ഒരു വാദം വന്നിട്ടുള്ളത്. ഇനി ഇന്ത്യൻ ചോക്ലേറ്റിൻ്റെ വിപണിയിലെ 80% നമ്മൾ പുറത്തെ രാജ്യങ്ങളുടെ കമ്പനികളാണ് ഇന്ത്യ കൈയടക്കിയിരിക്കുന്നത്. നിങ്ങൾ നെസ്ലെ നിങ്ങളെടുത്തോ, നിങ്ങൾ കാഡ്ബറി എടുത്തോ, നിങ്ങൾ ഫെററോഷർ എടുത്തോ, ഇങ്ങനെ ഏത് കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം വിദേശ കമ്പനികളാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ചോക്ലേറ്റിൻ്റെ വില കൂട്ടും അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ അതൊക്കെ വെറും ഗിമിക്കുകൾ മാത്രമാണ്. കാരണം ഫ്രണ്ടിന് ഫണ്ട് എടുക്കാൻ പോയ സമയത്ത് ഇത്തരത്തിലുള്ള കുറച്ച് പരിപാടികൾ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിന്നിട്ടില്ലെങ്കിൽ ഫ്രണ്ടിനെ മൊത്തത്തിൽ മുഞ്ചിക്കും. കാരണം പാറ്റകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. പാറ്റകളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ സകല പ്രതിപക്ഷ പാർട്ടികളും പാറ്റകളെ പോലെ തന്നെ ചിന്തിച്ച് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജെൻസിക്ക് കണ്ണ് തുറക്കാൻ ഇതുപോലത്തെ ചില മൂവ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ ജെൻസി കണ്ണ് തുറക്കുകയുള്ളൂ. അതുവരെ നമ്മൾ കണ്ണടച്ചിരിക്കും. അപ്പം ഈ കണ്ണ് തുറന്ന കൂട്ടത്തിൽ യഥാർത്ഥ സത്യാവസ്ഥ, പല യാത്രകളുടെയും പലതരത്തിലുള്ള ഗിമിക്കുകളുടെയും സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏത് രീതിയിലാണ് നമ്മളെപ്പോലത്തെ ആളുകൾ ഇതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ പണി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫ്രണ്ടിനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ചോദിച്ച ആൾ ഏത് രാജ്യക്കാരിയാണെങ്കിലും അവരുടെ അക്കൗണ്ട് വരെ പൂട്ടിക്കാനുള്ള പിടിപാട് നമ്മുടെ ഫ്രണ്ടിന് അങ്ങ് മേറ്റയിലുണ്ട് എന്നുള്ളതാണ് സത്യം. അതെ, നമ്മുടെ ഫ്രണ്ടിനോട് ചോദ്യം ചോദിച്ചിട്ടുള്ള ആളിൻ്റെ ആ ഒരു നോർവേക്കാരിയുടെ പത്രപ്രവർത്തകയുടെ അക്കൗണ്ടുകൾ, ഫേസ്ബുക്ക് അക്കൗണ്ട്, ട്വിറ്റർ അക്കൗണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടു. അപ്പം ഫ്രണ്ടിൻ്റെ പിടിപാട് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അതായത് ലോകത്തിൽ 157 സ്ഥാനത്ത് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ 157 സ്ഥാനത്തുള്ള ഇന്ത്യയും അതുപോലെ തന്നെ 1ാം സ്ഥാനത്തുള്ള നോർവേയും അവിടുത്തെ ഒരു പത്രപ്രവർത്തക ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അവിടെ വരെ പിടിപാടുള്ള ഫ്രണ്ടുള്ള രാജ്യം ഭരിക്കുന്ന നാടാണ് നമ്മൾ. അപ്പം ഇത്തരത്തിലുള്ള യാത്രകളും ഇത്തരത്തിലുള്ള ചോക്ലേറ്റ് കഥകളും ചോക്ലേറ്റ് കുലിസിത കഥകളും കണ്ട് നിങ്ങൾ റീൽസൊക്കെ കണ്ട് നമ്മുടെ ഗോദി മീഡിയ നിങ്ങളുടെ മുമ്പോട്ടിട്ട് തരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഒന്ന് വിജൃംഭിച്ച് പുളക്കം കൊണ്ടു നിന്നൂല. അതേ സ്ഥാനത്ത് ഇപ്പുറത്ത് നീറ്റ് എക്സാം കുത്തിക്കൊഴഞ്ഞ അവസാനത്തെ 4 കുട്ടികൾ വരെ അതിൽ നിന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മൈക്ക് തട്ടിപ്പോകുന്ന മന്ത്രിമാരെ നമുക്ക് കാണാം. ഇവിടെ പശ്ചാത്തപിക്കാനും അല്ലെങ്കിൽ പരിതപിക്കാനും ഇതിനെപ്പറ്റി ഒരു പോസ്റ്റ് ചെയ്യാനും നമ്മുടെ ഫ്രണ്ടിന് നേരമില്ല. ഇനി അപ്പുറത്തോട്ട് വേറൊരു കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പാചകം ചെയ്യാൻ വേണ്ടി LPG ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളൊന്ന് പാചകം ചെയ്യാൻ നിർത്തി പച്ചക്ക് തിന്നോ എന്നാണ് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത്. അതേ സ്ഥാനത്ത് പെട്രോളിലല്ലോ നമുക്ക് വണ്ടിയിൽ എന്തടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം നീ മൂത്രം ഒഴിച്ചോ, അതല്ലെങ്കിൽ നീ തൽക്കാലം കാളവണ്ടി എടുത്ത് ഓട്, കുറച്ച് കാലം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു കാലം. അതേ സ്ഥാനത്ത് തന്നെ ഇവിടെ തൊഴിലില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ തൊഴിലൊന്നും ഇല്ലെങ്കിൽ എന്താ കുഴപ്പമില്ല, നിങ്ങളൊക്കെ വെറും പാറ്റകളും കൂറകളും ഇല്ലേ, തൽക്കാലം നിങ്ങളൊക്കെ കണ്ടവനെ ആശ്രയിച്ച് അങ്ങോട്ട് ജീവിച്ചോ എന്ന് പറയുന്ന ആ ഒരു വലിയ കാലം. നമുക്കിവിടെ നമ്മുടെ രൂപയുടെ അവസ്ഥ ഇതൊക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഫ്രണ്ട് എന്താ നമ്മളോട് പറയുന്നത്, കുറച്ച് കാലത്തേക്ക് സ്വർണ്ണം വാങ്ങിക്കേണ്ട, പെട്രോൾ അടിക്കേണ്ട, വിദേശ യാത്രകൾ നിങ്ങൾ ചെയ്യേണ്ട, നമുക്ക് ഏതെങ്കിലും കാലത്തൊക്കെ നമ്മൾ സെഞ്ചുറി അടിച്ച്, അതായത് രൂപ ഡോളറിന് സെഞ്ചുറി അടിച്ച് തിരിച്ചു വരുന്ന ഒരു കാലത്ത് നമ്മൾ അന്നും ഈ ആക്ഷൻ പറയോ, ഓർക്കുന്നുണ്ടോ? പണ്ട് നമ്മുടെ ജി കാണിച്ചതായിരുന്നു. നമ്മളെ ജി 2014 മുമ്പ് കാണിച്ചായിരുന്നു. ഇതേ പോണ് ഇന്ത്യയുടെ രൂപ, ഇതേ വരുന്ന ഇന്ത്യയുടെ രൂപ, ഇതേ പോണ് പെട്രോളിൻ്റെ പൈസ, ഇതേ പോണ് ഡീസലിൻ്റെ പൈസ, ഇങ്ങനെ പല ഗിമിക്കുകൾ കാണിച്ചിട്ടാണ് നമ്മുടെ ജി ഈ ഭരണത്തിലെത്തിയത്. ഇപ്പം ജി ഏതാണെങ്കിലും അതൊക്കെ മറന്നുപോയിട്ടുണ്ട്. ജിയുടെ കൂട്ടാളികളായിട്ടുള്ള സംഘപറി വാണങ്ങളും ഇതൊക്കെ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, മുഞ്ചിത്തെറ്റിയൊരു അവസ്ഥയാണ്. പക്ഷേ മെലഡി ഉള്ളതുകൊണ്ട് തൽക്കാലം അത് നുണഞ്ഞ് നിങ്ങളുടെ വൈകുന്നേരങ്ങൾ, സായാഹ്നങ്ങൾ നിങ്ങൾ സുന്ദരമാക്കൂ. വീട്ടിലെവിടെ അടങ്ങി ഒതുക്കി ഇരുന്നൂല, എവിടെയും പോകാനും നിൽക്കാനും നിൽക്കണ്ട. പട്ടിണിയും പരിവട്ടുമാണ്, അതൊക്കെ സഹിക്കാമെന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ നമുക്കില്ല. അപ്പോൾ നമ്മൾ ഇത്തരം വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പണികൾ എന്താണെന്നുള്ള അറിയില്ല. ഏതാണെങ്കിലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ.
അപ്പം ശരി.